ഇനി ഒരു രസകരമായ അല്ലെങ്കിൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ഓട്ടോറിക്ഷകളുടെ പിന്നിലൊക്കെ പല സന്ദേശങ്ങൾ കാണാറുണ്ടല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കൂടുതലാണ്. അതിലേറിയ പങ്കും പ്രണയവും ഒക്കെയായി ബന്ധപ്പെട്ട ചില വാക്യങ്ങളുമൊക്കെ ആയിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കുറിപ്പ് ഇത് ബംഗളൂരുവിൽ നിന്നാണ്. അതിങ്ങനെയാണ്: കറുത്തോ വെളുത്തോ മെലിഞ്ഞോ തടിച്ചോ എങ്ങനെയും ആകട്ടെ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം എന്നാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കുറിപ്പിനെ കുറിച്ച് അതെങ്ങനെ, ആരാണ്, എന്താണെന്നൊക്കെ ശ്രീധരൻ നമ്മളോട് പറയും. ശ്രീധരൻ, നമ്മൾ ഒരുപാട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഇത്തരം വാക്യങ്ങളൊക്കെ പുറകിൽ കാണാറുണ്ട്. പക്ഷേ അതിനെല്ലാം എപ്പോഴും ബേസ് പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊരു സന്ദേശം അത് അപൂർവമായിരിക്കാം. ഇതാരാണ്? ദിവിഷേട്ട, ഇത് ആരാണെന്ന് ഇതുവരെ വ്യക്തമില്ല. പക്ഷേ ഇത് ബംഗളൂരു നഗരത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ് യാദൃശ്ചികമായിട്ട് ഈ വാചകം ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ എഴുതിയത് കണ്ട് ഒരു ഫോട്ടോ എടുത്ത് ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്തത്. ഏതായാലും നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കാണാറുണ്ട്, ദിവിഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ മുത്താണ് പോലീസ്, ചങ്കാണ് RTO, അല്ലെങ്കിൽ തട്ടല്ലേ മുട്ടല്ലേ അന്നമാൻ ഉന്നം സവാരി ഗിരിഗിരി ഇങ്ങനെയൊക്കെ എഴുതി നമ്മൾ സാധാരണ കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇത്. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു തുല്യത അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യനീതി, അല്ലെങ്കിൽ സ്ത്രീകളെ വേർതിരിച്ച് കാണരുത്, അവർ എങ്ങനെ ആവട്ടെ ആ രീതിയിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശമാണുള്ളത്. പ്രത്യേകിച്ച് അല്പം തടിച്ചാൽ ആളുകളെ ബോഡി ഷെയിം ചെയ്ത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ മെലിഞ്ഞാൽ അവരെ ഇറുക്കിലി എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രവണതയ്ക്ക് സമൂഹത്തിൽ കാണാറുണ്ട്. എങ്ങനെയായിരിക്കട്ടെ, മനുഷ്യർ ഒരു സൃഷ്ടിയാണ്, അവരെ ഈക്വലായിട്ട് കാണണം എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ മെസ്സേജിലൂടെ നൽകുന്നത്. ഈ ബാംഗ്ലൂരിലെ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർ ഇത്തരത്തിൽ പുതുമയുള്ള ആശയങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ, ഈ ഓട്ടോറിക്ഷക്കാരിൽ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും മുൻപന്തിയിലാണ്. ഏതായാലും അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും. ഏതായാലും വലിയ തോതിൽ കയ്യടി സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയാണ്.